ഞാനിപ്പോൾ ഉള്ളത് കോട്ടപ്പള്ളി മഖാമിലാണുള്ളത്. അതായത് ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ ഒരു മഖാം സ്ഥിതി ചെയ്യുന്നത്. താഴെ നിന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ മുകളിലെത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് കാര്യം സാധിക്കുമെന്നാണ് ഇവിടുത്തെ അനുഭവസ്ഥരും നാട്ടുകാരൊക്കെ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് എത്തിയതും ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചതും. അപ്പോൾ ഈ കാസർഗോഡ് വരുന്നവരോ അല്ലെങ്കിൽ കാസർഗോഡ് ഉള്ളവർക്കൊക്കെ അറിയാവുന്നതാണ്. എങ്കിലും ഈ കോട്ടപ്പള്ളി മഖാം നിങ്ങളിലേക്കൊന്ന് കാണിക്കുകയാണ്. കാരണം ഒരു വലിയുല്ലാഹിയെ കബറടക്കം ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കോട്ടപ്പള്ളി മഖാം എന്ന് പറയുന്നത്. വലിയൊരു മലയുടെ മുകളിലാണ്. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഒട്ടനവധി വിശ്വാസികൾ വന്നു പോകുന്നൊരു സ്ഥലമാണ്. വെള്ളിയാഴ്ച രാവിലെ, വ്യാഴാഴ്ച ദിവസം വൈകുന്നേരങ്ങളിലൊക്കെ നല്ല ജനമാണ് ഇവിടെ ഉള്ളത്. വർഷത്തിൽ ഒരിക്കൽ ഉറൂസ് നടക്കാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഒരുപോലെ വരുന്നതാണ്. ഇത് നമ്മൾ സാധാരണ ഇന്ന് വന്നപ്പോഴാണെങ്കിലും നമ്മൾ വരുമ്പോഴാണെങ്കിലും അതിപുലർച്ചെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ ഒത്തിരി സ്ഥലങ്ങളിൽ പോകാനുള്ളതുകൊണ്ട് നമ്മൾ രാവിലെയാണ് വന്നത്. ആ സമയത്ത് പോലും നമുക്കിവിടെ സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ എന്തായാലും ഇവിടെ വരുന്നവർ തീർച്ചയായും അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം നിങ്ങൾ സന്ദർശിക്കേണ്ടത് തന്നെയാണ് എന്നാണ് ഞാൻ പറയുന്നത്. കോട്ടപ്പള്ളി മഖാം കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും ഫേമസ് ആയ ഒരു മഖാമാണ്. കാസർഗോഡ് ജില്ലയിലെ അല്ലേ? നമ്മൾ അങ്ങോട്ടൊക്കെ പോകാൻ പോകും. കോട്ടപ്പള്ളി ജമാഅത്ത് മസ്ജിദ് ആണല്ലേ? ഓർഫനേജും ഒക്കെ ഉണ്ട് അവിടെ. ഓർഫനേജ് ഉണ്ട്. എത്രയോ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. എത്തിങ്ങാനെ അല്ലേ? കണ്ട ഇതിൻ്റെ മുകളിലാണ് കേട്ടോ. നല്ല അണ്ടത്ത. പക്ഷെ കുത്തനെയല്ല ഇത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല. പക്ഷെ കുത്തനെയാണെങ്കിൽ നമുക്ക് കയറാനായിട്ട് പറ്റത്തില്ല. പക്ഷെ ഇത് ആ ഒരു ലെവലൊരു എന്താ പറയണ, ഈ ഒരു ലെവലിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് സ്റ്റെപ്പ് അങ്ങനെ കയറ്റിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് കയറി ഇറങ്ങാം. ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ഉദ്ദേശമായിട്ട് ഒരു സതുദ്ദേശമായിട്ട് വന്നാല് നമ്മളിപ്പോ സ്റ്റെപ്പ് കയറുന്നതിന് മുമ്പേ ഉദ്ദേശം മനസ്സിൽ വെച്ചു കയറി നമ്മൾ അവിടെ സിയാറത്ത് കഴിഞ്ഞു. അതിനുശേഷം പ്രാർത്ഥിച്ചതിന് ശേഷം ഇറങ്ങി വരുമ്പോഴത്തേക്ക് അതിന് സൊല്യൂഷൻ ഉണ്ടാവുന്നതാണ് ഐതിഹ്യം. ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. അനുഭവസ്ഥരുണ്ട് ഉണ്ടല്ലേ? ഈ സ്റ്റെപ്പാണ് നമ്മൾ ഫുള്ള് കയറാനായിട്ട് പോയാണ്. ശരിക്കും നമ്മൾ അറിയും മൊത്തം ബോഡി ഇതാവും അല്ലേ? ഒരു ഹൈറ്റുള്ള സംഭവമാണ്. നല്ല അത്യാവശ്യം വരുമാനമുള്ള ഒരു കമ്മിറ്റിയാണിത്. അതെ അല്ലേ? ഇവിടെ ഓല മേഞ്ഞിട്ടാണ് ഈ മക്ബറ ഇരിക്കുന്നത്. അത് കോൺക്രീറ്റ് ചെയ്തു പൊട്ടിപ്പോയതാണ്. കോൺക്രീറ്റ് ചെയ്യാൻ പറ്റൂല. അത് ഒരുപാട് ട്രൈ ചെയ്തു. അവര് അത് മോഡിഫൈ ചെയ്ത് മേഞ്ഞ് തന്നെ ഇരിക്കും. ശ്വാസം കൊണ്ട് ഒരുപാട് മോഡിഫൈ ചെയ്തിട്ടും രക്ഷയില്ല. പൊട്ടി പൊളിഞ്ഞു പോയി. അത് നിൽക്കുന്നില്ല. അത് കോൺക്രീറ്റ് നിൽക്കുന്നില്ല. അത് അതെ മേലെ ഓല ബാക്കിയൊക്കെ ചെയ്തു. മേലെ ഓല മേഞ്ഞിട്ട് അതിങ്ങനെ കാണാൻ. നമുക്ക് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? സ്ട്രൈറ്റ് നടന്നു. ആ സ്റ്റെപ്പ് ലേഡീസ്. അങ്ങനെയാണല്ലേ? സെപ്പറേറ്റ്. അത് ലേഡീസിനുള്ളതും ഇത് ജെന്റ്സിനുള്ളതുമാണ് കേട്ടോ. വർഷത്തിലൊരിക്കൽ ഇവിടെ ഉറൂസ് ഒക്കെ വരുന്നത്. കണ്ട ഇതുവഴി സ്ത്രീകൾക്കുള്ളതാണ് കേട്ടോ. ചെറിയൊരു ഗുഹ പോൽ സെറ്റപ്പൊക്കെ ഉണ്ട് അവിടെ. ഇത് പുരുഷന്മാർക്കുള്ളത്. കോട്ടപ്പള്ളി വലിയുള്ള മഖാം. ഞാനിപ്പോൾ ഉള്ളത് കോട്ടപ്പള്ളി വലിയുല്ലാഹിയുടെ ഒരു കബറിങ്കലാണ്, മഖാമിലാണുള്ളത്. അതായത് നല്ലൊരു കയറ്റം കയറി വേണം നമ്മളിവിടെ വരാനായിട്ട്. ഇത് വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ. കുന്നെന്ന് പറഞ്ഞാൽ ഒരു പഴയൊരു മലയുടെ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നമുക്കിവിടെ പല സ്ഥലത്തും കാണാം. കാരണം ഒരു മല തുരന്നല്ല, ഒരു മലയുടെ മുകളിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പം നമ്മൾ താഴത്ത് നിന്ന് കയറുന്നതിന് മുമ്പ് നമ്മൾ എന്താഗ്രഹത്തിലാണോ ഇവിടെ നടന്നു വന്ന് നമ്മൾ മുകളിൽ വന്ന് നമ്മൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ, അതിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന് ഫലമുണ്ടാകുമെന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ, അനുഭവസ്ഥരൊക്കെ പറയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലം നമ്മളിവിടെ കാസർഗോഡ് വന്നതുകൊണ്ട് നമ്മൾ ഇത് നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ. ആർക്കെങ്കിലൊക്കെ അത് പെടണമെങ്കിൽ പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പടിഞ്ഞാറ് അറബിക്കടലിൻ്റെയും വടക്ക് കിഴക്ക് മടകരപ്പുഴയുടെയും കൊട്ടവള കായലിൻ്റെയും ഇളം തെന്നൽ തഴുകി വീശുന്ന കാറ്റെല്ലാം കൊണ്ടു നിൽക്കുന്ന ഒരു കുന്ന്, അതാണ് ഈ കാണുന്നത്. ജീവിത വഴിയിൽ തെന്നിപ്പോകാതെ മനസ്സും ശരീരവും തൻ്റെ സൃഷ്ടാവിൽ സമർപ്പിച്ച് ആദർശവും പാരമ്പര്യവും വ്യക്തിത്വവും എക്കാലത്തെയും കാത്തു സൂക്ഷിച്ച ഒരു സൂഫി വര്യൻ. ഈ മലമുകളാണ് ആ സൂഫി വര്യൻ അന്ത്യവിശ്രമത്തിനായി തിരഞ്ഞെടുത്തത്. അത് പിന്നീട് ഉത്തര മലബാറിലെ തന്നെ അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായി.
അതാണ് ഈ തല ഉയർത്തി നിൽക്കുന്ന കോട്ടപ്പള്ളി മഖാം. ഇതിന്റെ മേൽക്കൂരയൊക്കെ മാറുന്നുണ്ടെന്ന് തോന്നുന്നു ഇടക്കിടക്ക് അല്ലേ? മാറുന്നുണ്ട്. അതിൻ്റെതാണ് ഈ കിടക്കുന്നത്. കറക്റ്റാണ് കേട്ടോ. അതായത് ശരിക്കും മറ്റേ വാർത്ത് കഴിഞ്ഞാൽ നിക്കത്തില്ല, വർക്ക് ഇങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ മനസ്സിലാക്കിയപ്പോഴാണ് ഒഴിവാക്കിയതാണ്. പൊട്ടി പോകുന്നല്ലേ. പുള്ളി പറഞ്ഞു ആർഭാടങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. വളരെ ലളിതമായി ജീവിച്ച ഒരാളാണ്. ആർഭാടം വേണ്ടാന്ന് നിലക്കാണ് അത് അനുവദിക്കാത്തത്. ഈ മെയിൻറ്റെയിൻ ചെയ്തതിന് ഈ അടുത്ത കാലത്താണ്, ഇപ്പൊ കുറച്ച് ആയുള്ളൂ ചെയ്തിട്ട്, നേരത്തെ ചെയ്തിരുന്നില്ല. വളരെ ദുർബലമായ രീതിയിൽ ഉണ്ടായിരുന്നത് പറഞ്ഞിട്ട്. ശരിക്കും പുലർച്ചെ തന്നെയാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. വന്നപ്പോഴാണെങ്കിലും നമുക്ക് ഇവിടെ ആളുകൾ ഉണ്ടായിരുന്നു നിലവിൽ. നമ്മൾ അവരുടെ അത് വീഡിയോ എടുക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അവിടെ ഒന്നും നിങ്ങളെ കാണിക്കാത്തത്. കുറേ സ്ത്രീകളൊക്കെ ഈ ഇതുവഴി കയറുകയും ഇറങ്ങിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഒട്ടനവധി ആളുകൾ വരുന്നുണ്ട്. ഇതും ഈ രാവിലെ തന്നെ വരണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും അവരുടെ ആ ഒരു വിശ്വാസം അത്രയ്ക്ക് ഉള്ളതുകൊണ്ടാണ്. വ്യാഴാഴ്ചകളിലാണ് ഏറ്റവും വ്യാഴാഴ്ച നല്ല ക്രൗഡാണ് ആണല്ലേ, വെള്ളിയാഴ്ച രാവിലെ അല്ലേ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്കാണ് നമ്മുടെ യാത്ര. അടുത്ത ഒരു പ്രധാനപ്പെട്ട കുറേ സ്ഥലങ്ങളൊക്കെ ഇന്ന് നമുക്ക് കവർ ചെയ്യാനുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെളുപ്പിനെ ഇറങ്ങിയതാ അല്ലേ. റഷീക്ക ഇവിടെ മുഴുവൻ എന്നെ കാണിച്ചിട്ടേ വിടത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കണത്. ഇന്ന് രാത്രി ട്രെയിൻ കയറാനും ഉള്ളതാണ് നമുക്ക്. രാവിലെ തന്നെ ഈ മഖാമിലേക്കുള്ള കയറ്റം ഒന്നുകൂടി കയറേണ്ടി വന്നു കേട്ടോ. കാരണം എൻ്റെ ബാഗ് അവിടെ വെച്ച് മറന്നുപോയി. ഞങ്ങൾ അവിടെ നിന്ന് വണ്ടിയെടുത്ത് കുറച്ചധികം റൂട്ടിൽ ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോഴാണ് പുറകിൽ ബാഗിലെല്ലാം എന്ന് ആലോചിക്കുന്നത്. എൻ്റെ അപ്പം ക്യാമറ എല്ലാം അതിനകത്തായിരുന്നു. അപ്പം തിരിച്ചു വന്ന് അപ്പോൾ ഈ ആളുകൾ വരുന്നതല്ലേ, അപ്പോൾ ഇനി പലതരത്തിലുള്ള ആളുകൾ വരുന്നതല്ലേ, അതിനകത്ത് വേറെ ഒന്നുമില്ല. പക്ഷെ ക്യാമറ ഇരിപ്പുണ്ട്, ക്യാമറയും ഫോണിൻ്റെ ഒന്ന് രണ്ട് സംഭവമൊക്കെ ഉണ്ട് അതിൽ. അപ്പം അതെടുക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് ഞാനപ്പോൾ ഒറ്റയ്ക്ക് ഒന്ന് കയറണം. പിന്നെ അതിനായിട്ട് റഷി പുള്ളിക്കാരനെ വീണ്ടും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്നോർത്ത് അങ്ങനെ കയറിയതാണ്. അങ്ങനെ അപ്പം ഒറ്റ വരവിൽ തന്നെ 2 പ്രാവശ്യം ഇതിൻ്റെ മുകളിൽ കയറാനായിട്ട് സാധിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരും സൈനിങ് ഔട്ട് മൻസൂർ.